വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വർക്കലയിൽ പെൺകുട്ടിയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന് പ്രകോപനം, പുകവലി ചോദ്യം ചെയ്തതെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പ്രതി പുകവലിച്ചുകൊണ്ട് പെൺകുട്ടിയുടെ അടുത്തെത്തി. മാറി നിന്നില്ലെങ്കിൽ പരാതിപ്പെടുമെന്ന് പെൺകുട്ടികൾ പറഞ്ഞു. ഇതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. 2 ദിവസമായിട്ട് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ തള്ളിയിട്ടു എന്നുള്ള ന്യൂസ്. ഇന്നലെ വരെ അതിന് കാരണമായിട്ട് നിന്നത് വഴിമാറി കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കേൾക്കാത്തതിൻ്റെ പേരിൽ ചെയ്തു എന്നാണ്. പക്ഷേ ഇന്ന് അതിനൊരു മാറ്റം വന്നിട്ടുണ്ട്. പുകവലി ചോദ്യം ചെയ്തതിൻ്റെ പേരിലാണ് ഈ ചെറ്റ ഇത്രയും ക്രൂരമായിട്ടൊരു കാര്യം ചെയ്തത്. കള്ളും കുടിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയതും പോരാ, അവിടെ നിന്ന് പുകവലി വേറെ. അത് ചോദ്യം ചെയ്തതിനാണ് ഒരു പെങ്കൊച്ചിനെ നടുവിന് ചവിട്ടി തള്ളിയിട്ടത്. ഈ കുട്ടിയുടെ ഫ്രണ്ട് അർച്ചന എന്ന് പറയുന്നൊരു കൊച്ചും കൂടെ ഉണ്ടായിരുന്നു. ആ കൊച്ചിനെയും ഈ പരനാറി ട്രെയിനിൽ നിന്ന് തള്ളിയിടാൻ ശ്രമിച്ചു. പക്ഷേ ആരുടെയൊക്കെയോ ഭാഗ്യം കൊണ്ട് ഈ അർച്ചന ഒന്ന് രക്ഷപ്പെട്ടു പോയി. ആ രക്ഷപ്പെട്ടതാണ് ഈ പരനാറി കുടുങ്ങാനുള്ള കാരണം. ഇനി ഈ ചെറ്റ മീഡിയാസിന്റെ മുന്നിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊന്ന് കേൾപ്പിച്ചു തരാം. താങ്കൾ എന്താണ് കാണിച്ചത്? ഒരു ബന്ധമില്ല. ഒരു പെൺകുട്ടിയെ പുറത്തേക്ക് ചവിട്ടിയിടുന്നാണല്ലോ പറയുന്നത്. അയ്യോ, അവർക്ക് ഭ്രാന്താണ് ആ കൊച്ചിന്. താങ്കൾ ചവിട്ടിയിടുന്ന കണ്ടു നിന്ന ആളുകൾ കൂടി പറയുന്നുണ്ട്. അയാളല്ല ഗൈസ്, അങ്ങേരുടെ തന്ത വന്നിട്ടാണ് തള്ളിയിട്ടത്. ഓക്കെ, ഇനി മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടെ പറയുന്നുണ്ട്. താങ്കൾ എന്തിനാണ് ഒരു പെൺകുട്ടിയെ ആക്രമിച്ചത്? ആളുകളാണ് കുട്ടിക്ക് ഒപ്പം ഉണ്ടായിരുന്ന ആളുകൾ പറയുന്നത്. നിങ്ങൾ ആ പെൺകുട്ടി ട്രെയിനിൽ വെച്ച് കണ്ടിരുന്നോ? എനിക്കറിയില്ല ആരാണെന്ന്. താങ്കൾ മദ്യപിച്ചിട്ടുണ്ട്? മദ്യപിച്ചത് അയാളല്ല, മദ്യക്കുപ്പി കിട്ടിയതും അയാളുടെ കയ്യിൽ നിന്നല്ല, അയാളുടെ തന്ത അവിടെ വന്ന് കാണും. അയാളുടെ കയ്യിൽ നിന്നായിരിക്കും ഇതൊക്കെ കിട്ടിയതും ഇതൊക്കെ ചെയ്തതും. അതുകൊണ്ട് ചവിട്ടി ആരെന്നറിയാമോ? അതൊരു ബംഗാളിയാണ്, ഞാൻ കണ്ടുപിടിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളി ചവിട്ടി താങ്കളല്ലെന്നാണ് പറയുന്നത്. ഞാൻ അവിടെ നിൽക്കുന്നത്. ബംഗാളി ആരോടോ? തൻ്റെ കുഞ്ഞമ്മയുടെ മോനോ? എന്ത് കിട്ടിയാലും ബംഗാളിയുടെ നെഞ്ചത്തോട്ട് കൊണ്ടിടാൻ വേണ്ടി ബംഗാളി ആരാ? തൻ്റെ കുഞ്ഞമ്മയുടെ മോനോ? ഒരു ഉളുപ്പില്ലാതെ പറയാ ചെയ്തത് ബംഗാളിയാണ്, ഞാൻ കണ്ടോണ്ടിരിക്കുകയാണെന്ന്. എടാ, താൻ എന്തിനാണോ കണ്ടോണ്ടിരുന്നത്? തനിക്ക് താനല്ലാതെ ചെയ്തെങ്കിൽ താൻ ആ കൊച്ചുങ്ങളെ രക്ഷിക്കാൻ നോക്കണ്ടേ? അതെന്തുകൊണ്ട് ചെയ്തില്ല? തൻ്റെ മോളുടെ അല്ലെങ്കിൽ കൊച്ചുമക്കളുടെ ഒക്കെ പ്രായത്തിലുള്ള ആ പിള്ളേർക്ക് അതും പോരാഞ്ഞിട്ട് പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ നീ എന്തിനാടാ നാറി സമ്മതിച്ചേ ഞാനാണ് അത് ചെയ്തേന്ന്? അപ്പൊ ബംഗാളിയൊക്കെ ആവിയായി പോയോ? എന്തു കള്ളത്തരവും പറഞ്ഞ് രക്ഷപ്പെടാന്ന് വിചാരിച്ചാ മോനെ? ഈ കൊച്ചിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൊച്ച്, അതായത് അർച്ചന, അവള് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അറിയത്തില്ല. ഞങ്ങൾ കയറിയത് ആലുവയെന്നാ. ഇയാൾ എവിടെ നിന്നാ കേറിയതെന്ന് അറിയത്തില്ല. ഇല്ല, അറിയത്തില്ല. ഇയാൾ കേറി വന്നപ്പോ തന്നെ എങ്ങനെയായിരുന്നു ഇയാളുടെ അവസ്ഥ? അയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, അത് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തില്ല, വേറൊന്നും അറിയത്തില്ല. ഇയാള് ശല്യപ്പെടുത്തുകയും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ഒരു സാധാ രീതിയിൽ ഞങ്ങൾ നിൽക്കുമായിരുന്നു. ഞാൻ വാഷ്റൂമിൽ പോയിട്ട് അവള് വാഷ്റൂമിൽ പോയിട്ട് ഇറങ്ങി പുറത്ത് നിൽക്കുമായിരുന്നു. നിന്നിട്ട് പുറത്തോട്ട് നോക്കി നിൽക്കുമായിരുന്നു. അപ്പം ഞാനും പുറത്ത് ഇറങ്ങി വന്ന ടൈമിൽ ഈ പുള്ളി അങ്ങ് ചവിട്ടി അങ്ങ് തള്ളിയിട്ട് അവള് നടുവിന് ചവിട്ടി അങ്ങ് തള്ളിയിട്ട്. കൂട്ടുകാരി പുറത്തേക്ക് നിങ്ങൾ ഉള്ളിലായിരുന്നു? ഞാൻ എന്നിട്ട് ആ സെക്കൻഡ് അവളെ ചവിട്ടിയിട്ട് ആ സെക്കൻഡിന് എന്റെ കൈ എന്റെ കാലിനെ പിടിച്ച് കഴിഞ്ഞാൽ എന്നെ പകുതി പുറത്തിട്ട അയാൾ. അതായത് മോളെ പകുതി പുറത്തായി. ഞാൻ ഒരു അങ്കിളാ എന്നെ പിടിച്ച് മേളോട്ട് കയറ്റിയത്. അപ്പൊ എന്തെങ്കിലും അന്നേരം അയാള് കമ്പാർട്ട്മെന്റിൽ തുടരുകയാണല്ലോ, എന്തെങ്കിലും പറഞ്ഞു നിങ്ങളോട്? ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്ത് തേങ്ങക്കൊല പറയാനാ? ആ പരന്നാറി ഇത്രയും വലിയ തെണ്ടിത്തരം അവിടെ കാണിച്ചു. പിന്നെ അവിടെ അങ്ങനെ എന്ത് പുണ്ണാക്ക് പറയാനാ? ഒരു പെങ്കൊച്ചിന്റെ ജീവിതം തുലച്ചു. ആ കൊച്ച് അനുഭവിക്കുന്ന വേദന, അതിന് ഉണ്ടാവാൻ പോകുന്ന ആഫ്റ്റർ എഫക്റ്റ് എല്ലാം ആ കൊച്ചിന് മാത്രമാണ്. ഈ നാറിയെ കുറച്ച് നാൾ കൊണ്ടുപോയിട്ട് ജയിലിലിട്ട് തീറ്റി പോറ്റി പുറത്തിറക്കും. എന്നിട്ട് ഇവൻ ഇതിനേക്കാളും വലിയ ചെറ്റത്തരം ചെയ്യും. എന്നിട്ട് വീണ്ടും ആ ജയിലിൽ പോയി കിടക്കുമായിരിക്കും. ഇതിൽ കൂടുതൽ എന്തോന്നും ഉണ്ടാക്കാനാ? നമ്മുടെ നിയമത്തിൽ ഒരാൾക്കും പേടിയില്ല. കാരണം എന്താണെന്നറിയോ? എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ജയിലിൽ കൊണ്ടുപോയി തീറ്റി പോറ്റി ഈർക്കിളി പോലെ ഇരിക്കുന്നവനെ ചക്കപ്പോത്ത് പോലെ ആക്കിക്കൊണ്ട് വരും എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം. ഉദാഹരണമാണ് ഗോവിന്ദചാമി. ആ നാറി എങ്ങനെയാണോ ജയിലിൽ കയറിയത്, അതിനുശേഷം പുറത്തിറങ്ങിയതും ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണം.
പിന്നെ അവസാനം ഈ ജയിലിൽ ചാടാൻ വേണ്ടിയിട്ട് അവൻ മെലിഞ്ഞിരിക്കുന്ന പോലെ ആയതാണ്. അങ്ങനെ അല്ലായിരുന്നു ആ തെണ്ടി ഉണ്ടായിരുന്നത്. തടിച്ച് കൊഴുത്ത ചക്കപ്പോത്തായി ഒരു സിനിമാ നടൻ ലുക്കിലാണ് ആ പരനാറി കോടതിയിലേക്ക് വന്നത്. അതൊന്നും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, അപ്പം മനസ്സിലാവും. അതുപോലെ ആയിരിക്കും ഇങ്ങേരും പുറത്തിറങ്ങാൻ പോകുന്നത്. ഇതാണ് ഇവിടുത്തെ നിയമം എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആർക്കും പേടിയില്ല. ചക്കപ്പോത്ത് പോലെ ഇറങ്ങിക്കോളും. 3 നേരം നല്ല ഫുഡും കൊടുത്ത് തീറ്റിപ്പോറ്റാൻ. അതാണ് നമ്മുടെ ജയില്. ഇവന്മാരെ പോലെയുള്ളവന്മാരെ പബ്ലിക്കായിട്ട് കൊണ്ടു നിർത്തിയിട്ട് ചാട്ടവാറിട്ട് അടിക്കണം. എന്നിട്ട് ആ മുറിവിൻ്റെ മുകളിൽ മുളക് പൊടിയും മറ്റേ കുരുമുളക് പൊടിയും കൂടെ തേച്ച് കൊടുക്കണം. കുറച്ച് നേരം നീടി പൊകഞ്ഞ് പടാരടക്കട്ടെ. എടാ, തൻ്റെ കുടുംബത്തിൽ തൻ്റെ ഭാര്യയോടോ അല്ലെങ്കിൽ വേറെ വല്ലവരോടോ പ്രശ്നം ഉണ്ടെങ്കിൽ അത് തൻ്റെ കുടുംബത്തിൽ തീർക്കണോടോ നാറി. അല്ലാണ്ട് ട്രെയിനിൽ കയറിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്ന പെൺപിള്ളേരുടെ നെഞ്ചത്തോട്ടം ഉണ്ടാക്കാൻ കയറുമല്ല വേണ്ടത്. ഇതൊക്കെ ഒന്ന് മാറി ഈ കൊച്ചിന് പഴയ രീതിയിൽ എത്താൻ വേണ്ടിയിട്ട് എത്ര നാളെടുക്കുമെന്ന് അറിയോ? അതുപോലെ ഈ അർച്ചന എന്ന് പറയുന്ന പെൺകൊച്ചിനുണ്ടായ ഒരു ഷോക്ക്, ഒരു നിമിഷം താനും കൂടെ അതിൽ പെട്ടുപോയിരുന്നെങ്കിലോ എന്നുള്ളൊരു പേടി, ഇതൊക്കെ ആ പിള്ളേരുടെ മനസ്സിൽ നിന്ന് മാറിയെടുക്കാൻ ഒരുപാട് സമയമെടുക്കും. അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് അവരുടെ ഫാമിലിക്കും മാത്രമേ അറിയത്തുള്ളൂ. ഇതൊന്നും ഈ ചെയ്ത നാറികൾക്കോ അല്ലെങ്കിൽ ഇപ്പം ആ കൊച്ചുങ്ങളെ വേദനയോടെ നോക്കുന്ന ആൾക്കാർക്കോ മനസ്സിലാവത്തില്ല. അത് അനുഭവിക്കുന്ന അവർക്കറിയാം അതിൻ്റെ പെയിൻ എന്തായിരിക്കുമെന്നും അതിലൂടെ കടന്നു പോകുമ്പോഴുള്ള മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇതുപോലെയുള്ള ചെറ്റകളെ ഒന്ന് ഡീൽ ചെയ്യാൻ വേണ്ടി നമ്മുടെ റെയിൽവേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യും. ഇല്ലെങ്കിൽ ഇനി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെയുള്ള തെണ്ടികൾ കള്ളും കഞ്ചാവും അടിച്ചിട്ട് വീണ്ടും ട്രെയിനിൽ കയറും. ഇപ്പം ഇത് ഇത്രയും വലിയ പ്രശ്നമായതുകൊണ്ടാണ് ആൾക്കാർ അറിയുന്നത്, അല്ലാതെ ആരും അറിയത്തില്ല. കാരണം ഇതുപോലെ കള്ളും കുടിച്ച് ട്രെയിനിൽ കയറുന്ന ഒരുപാട് എണ്ണങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും പ്രശ്നങ്ങൾ ആവാത്തതുകൊണ്ട് ആരും അറിയുന്നില്ല എന്ന് മാത്രം. ഇതിനുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും സുരക്ഷിതത്വം ഉണ്ടാവും. അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്ന് ചെയ്യുക. അല്ലെങ്കിൽ ഇതിനപ്പുറവും നടക്കും. തമാശ അറിയുന്നില്ല. കാരണം ഇത്രയും ധൈര്യത്തോടെ ഇതുപോലെയുള്ള ഒരു കളവൻ ഇത് ചെയ്യണമെങ്കിൽ, കാലന് പോലും വേണ്ടാത്ത ഈ കളവൻ ഇത് ചെയ്യണമെങ്കിൽ എത്ര മാത്രം അയാൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായിക്കാണെന്നൊന്ന് ആലോചിക്കണം. 2 പെൺകുട്ടികളെയാണ് അയാൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഒരാളെ നടുവിന് ചവിട്ടി താഴെ ഇട്ടു. അത് കണ്ടുകൊണ്ട് വന്ന പെൺകൊച്ചിനെ, അതായത് അർച്ചന, കൈയും കാലും പിടിച്ച് അതിനെയും പുറത്തോട്ട് തള്ളിയിടാൻ ശ്രമിച്ചു. ഇപ്പോൾ ഈ ട്രെയിനിൽ സഞ്ചരിക്കുന്ന അല്ലെങ്കിൽ ഇനി മുതൽ ട്രെയിനിൽ സഞ്ചരിക്കാൻ നിൽക്കുന്ന പെൺകുട്ടികളുടെ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കളുടെ മനസ്സിൽ എത്രമാത്രം പേടി ഉണ്ടാവുമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. എന്ത് വിശ്വസിച്ച് മകൾ ഇതിലോട്ട് വിടും എന്നായിരിക്കും അവർ ആദ്യം ചിന്തിക്കുന്നത്. പെൺകുട്ടികളുടെ മാത്രമല്ല, എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇതിപ്പം പെൺകുട്ടികളുടെ നേരെ ആയതുകൊണ്ട് മാത്രം പെൺകുട്ടികൾ എന്നെടുത്ത് പറയുന്നത് മാത്രം. ആൺകുട്ടികളുടെ അവസ്ഥയും അല്ലെങ്കിൽ മുതിർന്ന ആൾക്കാരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്ത് വിശ്വസിച്ചതിന് ട്രെയിനിൽ പോവും എന്നുള്ള പേടി, ഭയം, ഇതൊക്കെ അവരുടെ മനസ്സിൽ കാണും. ഇതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഈ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. കാരണം പെട്ടെന്ന് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാകുമ്പം പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ, അത് ട്രെയിനിൽ തന്നെ ആയിക്കോട്ടെ. ശരി എന്നാൽ.